അസാമാന്യ ധൈര്യം സംഭരിച്ച് നമ്മൾ അതിസാഹസികമായി മുന്നോട്ടു പോകുന്നു. അപ്പോഴാണ് ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഇളകാൻ തുടങ്ങിയത്. വമ്പൻ പാറകൾ ഉരുണ്ടുവന്ന് വാതിലുകൾ അടച്ചു. മേൽക്കൂര തകർന്നു വീഴാൻ തുടങ്ങി. ഒരു നിമിഷം കൊണ്ട് എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് തലയിൽ വീഴുമോ? ഈ കഷ്ടതകളെല്ലാം സഹിച്ച് മുന്നേറിയപ്പോൾ മുന്നിലതാ ആ വാതിൽ തുറന്നു വന്നു. കണ്ണു മഞ്ഞളിച്ചു പോകുന്നത്ര സ്വർണവും നിധിശേഖരവും. തലമുറകളോളം അല്ലലില്ലാതെ കഴിയാനുള്ള സമ്പത്തുണ്ട്. എന്നാൽ ഇതിൻ്റെയെല്ലാം അവകാശിയാവട്ടെ ഒരു പെട്ടിക്കുള്ളിൽ അവിടെ തന്നെ വിശ്രമിക്കുന്നു. ഈജിപ്ഷ്യൻ മമ്മി ബേസ്ഡ് സിനിമകളിലും കഥകളിലുമെല്ലാം ഇത്തരം സാഹസികമായ നിധി അന്വേഷണങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാൽപ്പനിക സൃഷ്ടികളുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ അതിശയിപ്പിക്കുന്ന കാര്യം ഇട്ടുമൂടാനുള്ള സ്വർണ്ണ നാണയങ്ങളോ വെള്ളിത്തളികകളോ കെട്ടിട നിർമ്മിതികളോ മാത്രമല്ല. ഈ പറഞ്ഞ അതിശയോക്തികളെല്ലാം അവിടെ ഉണ്ടാവണമെന്ന നിർബന്ധവുമില്ല. പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുൻപേ ജീവിച്ചിരുന്ന ഒരു മനുഷ്യ ശരീരം തുണികളിൽ പൊതിഞ്ഞ് പെട്ടിയിലാക്കി ഇപ്പോഴും സൂക്ഷിക്കപ്പെടുന്നു എന്നതാണ്. ഈ ലോക ജീവിതം അവസാനിപ്പിച്ച് മറ്റൊരു സാങ്കല്പിക ലോകത്തേക്ക് പോകുന്ന രാജാവിന് തൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടെ ജീവിക്കുവാൻ സ്വന്തം സമ്പത്ത് മുതൽ രാജാവിൻ്റെ ആന്തരിക അവയവങ്ങൾ വരെ ശരീരത്തോടൊപ്പം സംസ്കരിക്കുന്ന മമ്മിഫിക്കേഷൻ